ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. ഞാനിന്നൊരു മാമ്പഴ പുളിശ്ശേരിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ 5 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പുളിയും മധുരവുമുള്ള ഒരു ചെറിയ തരം മാങ്ങയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിനുവേണ്ടി അത് വേവിക്കാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒരു 1/4 കപ്പ് ഇല്ല, 1/4 കപ്പിൽ കുറവാണ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. അതിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം. എന്നാൽ അത് അവിടുന്ന് വെന്ത് വരട്ടെ. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മൂടിയിട്ട് കൊടുക്കാം. മാങ്ങ അവിടുന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ അരമുറിയാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 കാന്താരിയാണ്. അത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. കാന്താരിയുടെ ടേസ്റ്റ് ആവശ്യമുള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ച് കൊണ്ടുവരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യിൽ ഈ മാങ്ങയൊക്കെ പിടിച്ച് വരണം. അതിനുശേഷം നമുക്ക് അരച്ച് വച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ നിന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിനാവശ്യമായ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അവിടെ നിന്ന് തിളച്ച് വരട്ടെ. അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. മിഡിലായിട്ടാണ് ഇതിൻ്റെ ഗ്രേവി വേണ്ടത്. ഒന്ന് ഒരു തിളയും കൂടി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഒന്ന് കടുക് താളിച്ചെടുക്കാം. തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. കടുക് താളിക്കാനായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിന് മാമ്പഴ പുളിശ്ശേരിക്ക് നെയ്യിലാണ് കടുക് വറുത്തിടേണ്ടത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഒരു ടീസ്പൂൺ കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നീട് ഇതിന് കുറച്ചധികം വറ്റൽമുളക് ആവശ്യമാണ്. വറ്റൽമുളക് കൂടി നമുക്കിട്ട് കൊടുക്കാം. ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് കടുക് വറുത്തിടുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി കൂടി നമുക്കിട്ട് കൊടുക്കാം. അതൊരു കുറച്ച് കളറിന് വേണ്ടി ഇടുന്നതാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് താളിച്ച് കൊടുക്കാം. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. മാമ്പഴമൊക്കെയുള്ള കാലമാണല്ലോ ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.